യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള തിരുവചന ഭാഗമാണ്. 2 അന്ധന്മാർക്ക് കർത്താവ് കാഴ്ച കൊടുക്കുന്ന ഭാഗമാണ് നമ്മളവിടെ കാണുക. ഈ അന്ധന്മാര് യേശുവാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ നിലവിളിക്കുന്നുണ്ട്, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ഈശോയെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈശോയുടെ സമീപത്തേക്ക് അവർ ചെല്ലുന്ന സമയം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നെ ഒത്തിരി സ്പർശിച്ചു. ഈശോ ചോദിക്കുകയാണ്, എനിക്ക് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം അവർ മറുപടിയായിട്ട് പറയുകയാണ്, ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ ഒരു മറുപടിയാണ്, അവരുടെ റെസ്പോൺസ് അതാണ്, ദൈവമേ നിനക്ക് സാധിക്കും, ഈശോയെ നിനക്ക് സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയം തന്നെ കർത്താവ് അവരുടെ വിശ്വാസം കണ്ട് അവരെ സുഖപ്പെടുത്തുകയാണ്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, രോഗം വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, അന്ധന്മാർ യേശുവിനെ വിളിച്ചിങ്ങനെ കരഞ്ഞതുപോലെ ഈശോയുടെ അടുത്തുനിന്ന് നമ്മൾ ഈശോയെ വിളിച്ചപേക്ഷിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ചോദിക്കുക, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ സുഖപ്പെടുത്തും. എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തു തരാൻ കഴിവുണ്ട്, ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈശോ ചോദിക്കുകയാണ്, എനിക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? എനിക്കെല്ലാം സാധ്യമാണ് എന്ന് കർത്താവ് പറയാണ്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ, തടസ്സമുണ്ടെങ്കിൽ, ഇന്ന് നീ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റു ചൊല്ലുക. ജെറമിയ 32:27, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ട്? ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തു തരാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും. ആന്തന്മാർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. വിശ്വസിച്ച വഴിക്ക് അവർക്ക് അനുഗ്രഹം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം എത്രമാത്രം വലുതാണോ അത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്നേ ദിവസം ഈ വചനം സാധിക്കുന്നത്ര പ്രാവശ്യം എഴുതുകയോ അല്ലെങ്കിൽ ഈ വചനം മനഃപ്പാഠം പഠിച്ച് ചൊല്ലുകയോ ചെയ്യാൻ, അല്ലെങ്കിൽ ബൈബിള് നോക്കി ചൊല്ലുവാനോ പ്രത്യേകം പരിശ്രമിച്ച്. ജെറമിയ 32:27. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഈ വിശ്വാസത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും മുന്നോട്ട് നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപയും അനുഗ്രഹം ലഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.